വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് പഞ്ചാബില് ജലന്ധറിനടുത്ത് ആദംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിലാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജലന്ധർ ഒരു 20-25 കിലോമീറ്ററിനുള്ളിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഒരു കൊല്ലം ഈ മക്കളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഒന്നും ഫിക്സ് ഒന്നും ആയിട്ടില്ല, പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമോ എങ്ങോട്ട് പോകുന്ന പോലും ഫിക്സ് ആയിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെ വഴിയെ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് മിസ് ചെയ്തേക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പൊ എന്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ സമ്മർ കഴിയാനായിട്ടുണ്ട്, ഓട്ടം സീസൺ തുടങ്ങാനായിട്ടുണ്ട്, പിന്നെ വിന്റർ ആണ് അത് കഴിയുമ്പോൾ. അപ്പൊ ഇവിടുന്ന് ആ സമ്മറിന്ന് വിന്ററിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ ഡൽഹിയിലെ പോലത്തെ ഒക്കെ ക്ലൈമറ്റ് ആണ് കേട്ടോ, എക്സ്ട്രീം ചൂടും എക്സ്ട്രീം തണുപ്പും ഒക്കെയാണ്. അപ്പം അതിനു മുമ്പ് അപ്പൊ ആ ഒരു വിന്റർ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ലൈഫാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ സമ്മറിൽ വേറൊരു ലൈഫ്, വിന്ററിൽ വേറൊരു ലൈഫ് എന്നുള്ള രീതിയിലാണ്. കാരണം വിന്ററിൽ ഡ്രസ്സൊക്കെ നമുക്ക് വിന്ററിൽ സ്പെഷ്യൽ ആയിട്ട് ഡ്രസ്സ് എല്ലാം വേണം. അതുപോലെ ഇവിടുത്തെ ഓഫീസ് ടൈമിങ്, ഹോസ്പിറ്റൽ ടൈമിങ് ഒക്കെ വിന്ററിൽ വേറെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വിന്ററിൽ വേറെ തന്നെ അതിനായിട്ടൊരു വീഡിയോ എടുക്കാം. ഇപ്പൊ സമ്മറിലെ കുറച്ച് സീൻസ് ഒക്കെ ആയിട്ട് എടുക്കാം, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മള് ഓരോരുത്തർ ലാൻഡ്മാർക്ക് ചോദിക്കൂലേ, അപ്പൊ ഞാൻ എപ്പോഴും ഹോട്ടലിന്റെ നെയിം അല്ലെങ്കിൽ ബേക്കറിയുടെ നെയിം പറയുമെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ എപ്പോഴും കളിയാക്കുമായിരുന്നു. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന ഒരെണ്ണമാണ്. ഇവിടുത്തെ 2 ബേക്കറിയാണ് ഞാൻ അധികം മോസ്റ്റ്ലി വരാറുള്ളത്. ഒന്ന് റോണക് ബേക്കറി എന്ന് പറയും. അപ്പൊ ഇവിടാണ് ഈ ഒരു ടൗണിൽ നല്ല കേക്ക് കിട്ടുന്നത്. അതായത് ബർത്ത്ഡേ കേക്ക് ഒക്കെ അവർ നല്ലതായിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മൾ പിൻട്രസ്റ്റ് എന്നൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതുപോലെ ചെയ്തു തരും. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട്. വേറെ ബേക്കറിയിലെ കേക്ക് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ല കേക്കും കിട്ടും. പിന്നെ ഇവിടുത്തെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു അപ്പൂപ്പനാണ് കേട്ടോ, പുള്ളി നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരുടെയും ബർത്ത്ഡേയുടെ ഒക്കെ കേക്ക് ഇവിടുന്നാണ് ചെയ്യിപ്പിച്ചെങ്കിൽ ആള് നമ്മൾ സ്റ്റാറ്റസ് ഇടുമല്ലോ ബർത്ത്ഡേയുടെ, അപ്പോഴത്തേക്കും ആള് എനിക്ക് ആ ഫോട്ടോ ഇട്ട് തരും. പിന്നെ ഒരിക്കൽ കോമഡി ഉണ്ടായിട്ടുണ്ട്, ചേട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേക്കോ മറ്റോ. അപ്പൊ ചേട്ടൻ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി അത് റെഡി ആയപ്പോ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ആള്. അപ്പൊ ഞാൻ ആദ്യം അവിടെ പോയി അവിടോട്ട് പോവാം നമുക്ക്. പിന്നെ ഇന്ന് എന്റെ കൂടെ വന്നിട്ടുള്ളത് ധ്രുവാണ്. ധ്രുവിന് എക്സാം ഒക്കെ ആയിരുന്നു. അങ്ങനെ ധ്രുവ് എക്സാം കഴിഞ്ഞിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഷോപ്പിനുള്ളിലോട്ട് കയറി പോകട്ടെ. ചെറിയൊരു ഷോപ്പാണ്. അപ്പൊ എനിക്ക് കുറച്ച് ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻ കൗണ്ടറിലുണ്ടായിരുന്നു. പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്. പക്ഷേങ്കിൽ എനിക്കെന്തോ യൂട്യൂബിൽ ഇടാനാണ് വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാനും മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല കേട്ടോ. ചോദിക്കാണ്ട് എടുക്കാനും പാടില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെയുള്ള സാധനത്തിൻ്റെയൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായി പുള്ളി ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ ആളുടെ റിലേറ്റീവ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ പോയിട്ട് വരുമ്പോൾ മറ്റേ മൈസൂർ പാക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, 50 എണ്ണം എന്തോ. അപ്പോൾ അത് റെഗുലർ കസ്റ്റമേഴ്സൊക്കെ വരുമ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടാത്തവരൊക്കെ പിന്നെ ചോദിച്ചു വന്നു പോലും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് സോനപ്പാപ്പിടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കിട്ടി ഒരെണ്ണം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് ചൗള സ്വീറ്റ്സിലോട്ടാണ്. ഇത് ഞാൻ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തരണേ ഈ കടയുടെ നിന്ന്. ഇത് അന്നത്തെ ലുക്കൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ലസ്സി കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ ലസ്സി കിട്ടിയിട്ടുണ്ടായില്ല. ഇവിടുത്തെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചേട്ടനെയൊക്കെ നമ്മളിങ്ങനെ വാങ്ങിപ്പിക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് സാധനമാണ്, ഇത് വാങ്ങിക്കും എന്നൊക്കെ പറയും. ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പോയിട്ട് വിളിക്കും, EAG കയറി EAG എന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരും. അപ്പോൾ ഇത് മധുരസേവ കണ്ടപ്പോൾ ഞാനിത് അവിടെ നിന്ന് എടുത്തു. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് മീനാ ബസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലുലു മോളാണെന്ന് നമ്മൾ തമാശയ്ക്ക് പറയട്ടെ. കാരണം ഇവിടെ ഒരു ചൈന ഷോപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഷോപ്പാണ്. ഇവിടെ എല്ലാ സാധനവും കിട്ടലുണ്ട്. ഇപ്പം ഞാൻ ഇവിടുത്തെ കിച്ചൺ ക്ലീനിങ്ങിന്, ടോയ്ലറ്റ് ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ, ഗാർബേജ് ബാഗ്, ടിഷ്യൂസ് ഒക്കെ വാങ്ങിക്കാനാണ് പോകല്. പക്ഷേങ്കിൽ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു വീട് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ മാത്രം വാങ്ങിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഒരു കുക്കർ, സോസ് പാനും പിന്നെ ഒരു ദോശപ്പാനും ഒഴിച്ച് എൻ്റെ അടുത്ത് കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് അമ്മയാണ് എനിക്ക് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു മെമ്മറിയാണ്. ഹലോ, അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് ഗ്രോസറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പിന്നെ ഈവനിങ് ആണ് നമ്മൾ വന്നത്. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് വയലിലൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഇടയ്ക്ക് വരലുണ്ട്. ശരിക്കും അധികവും വരല് വിന്ററിലാണ്. കാരണം ഇവിടെ വിന്ററിൽ നല്ല രസമാണ് വരാനും. പിന്നെ വിന്ററിൽ നമുക്ക് പൊതുവേ ഒരു ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താ കാര്യമെന്ന്. പിന്നെ തനിമലയാളിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ വെയിൽ കുറവായിരിക്കുമല്ലോ, ഇവിടെ ഒരാഴ്ചയൊക്കെ വെയിലൊന്നും
വരാണ്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ആയിരിക്കണം. അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാറില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്നൊന്നും. അപ്പൊ ഭയങ്കര നമ്മൾ എന്തിനാ ജീവിക്കുന്നതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് തോന്നുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ നമ്മൾ അധികം ഇങ്ങോട്ടൊക്കെ വരലുണ്ട്, വന്ന് ജസ്റ്റ് ഒരു റൈഡൊക്കെ വന്നിട്ട് പോകലുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാമായിരിക്കും, ഈ പാടമൊക്കെ ഇത് അരിയുടെ കൃഷിയാണ് കേട്ടോ. അപ്പൊ വിന്റർ ആകുമ്പോഴത്തേക്ക് ഈ സെയിം സ്ഥലത്ത് തന്നെ അവർ ഗോതമ്പിന്റെ കൃഷി ചെയ്യും. ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള കൃഷിയാണ് ഇവിടുത്തെ. അപ്പൊ പിന്നെ പാലക്ക് മേത്തിയൊക്കെ ഉണ്ടാവും വിന്ററിൽ. ഈ ഒരു സമയത്ത് ഇവിടെ ഈ കരിമ്പ് നെല്ലിന്റെ ഒക്കെ കൃഷിയാണ് ഉണ്ടാവല്. അപ്പോ പിന്നെ വിന്ററിൽ വരുമ്പോൾ ഒന്നുകൂടെ രസമാണ് കേട്ടോ, കാരണം കടുകിന്റെ പൂക്കളും അങ്ങനെയൊക്കെയുള്ള നല്ല സീനും ആയിരിക്കും. കുറച്ച് കോടമഞ്ഞൊക്കെ ഉണ്ടാവും, അപ്പൊ കാണാനും നല്ല ഭംഗിയാണ്. അപ്പൊ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഈ സ്ഥലമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു ഫെബ്രുവരി 14 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മാർച്ച് 14 ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 11 കൊല്ലമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 8 കൊല്ലം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഒരു 3-3.5 കൊല്ലം മാത്രം ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇവിടെ തന്നെയായിരുന്നു. എൻ്റെ 2 മക്കളുടെയും ചൈൽഡ്ഹുഡ് ഇവിടെയായിരുന്നു. ധ്യാനിന്റെ ബർത്ത് പ്ലേസ് ഇവിടെയാണ്. അങ്ങനെ അതൊക്കെ കൊണ്ട് എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര, എനിക്കൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ആൾക്കാരാണ്. ക്ലൈമറ്റ് കുറച്ചൊരു ഇതാണ്, പക്ഷേങ്കിൽ ഞാൻ നാട്ടിൽ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് തണുപ്പൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ആണ്. ഒരു ഹൗസിംഗ് കോളനിയുടെ എൻഡിലായിട്ട്, ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തടത്ത് ഒരു അങ്കിള് ആൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്തി നിറയെ പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഓണത്തിന്റെ തന്നെ ഒരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം, കാരണം നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഞാൻ ഒരു 2-3 കൊല്ലമായിട്ട് ഓണത്തിന് ഞാൻ പൂക്കളൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് പറിച്ചിട്ട് പോകലുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വൈകുന്നേരം ഇങ്ങനെ സൺസെറ്റ് ഒക്കെ കാണുന്ന സമയത്ത് വരലുണ്ട്. അപ്പൊ മക്കളൊക്കെ ഇവിടെ കളിക്കും. നമ്മൾ കുറെ നേരം ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകലുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനും. അങ്ങനെ അപ്പൊ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ഐഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജാംനഗറിലുള്ളപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലോക്ക്ഡൌണും പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ അതൊന്നും അന്ന് നടന്നില്ല. അപ്പൊ ഇനി ഇത് ഇത്രയൊന്നും അല്ല കേട്ടോ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഇനിയും കുറെ സാധനമുണ്ട്, മിസ് ചെയ്തേക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി. ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.